ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്ന വീഡിയോ ഈ ബയോഗ്യാസ് പ്ലാന്റിനെ പറ്റിയാണ്. ബയോഗ്യാസ് പ്ലാന്റ് ഇത് സ്ഥാപിച്ചിട്ട് 30 ദിവസമായി. 30 ദിവസത്തെ റിവ്യൂ ആണ് ഞാൻ ഇതിനകത്തൂടെ ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് എത്രത്തോളം ഗ്യാസ് കിട്ടുന്നു എന്നാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഇത് 1 m³ പ്ലാന്റ് ആണ്, അതായത് 1 മീറ്റർ ക്യൂബിൻ്റെ പ്ലാന്റിനകത്ത് നമുക്ക് ഏകദേശം നമുക്ക് 7 കിലോ 8 കിലോ ഒക്കെ വേസ്റ്റ് വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് ഇടാൻ സാധിക്കും. വെള്ളം മിക്സ് ചെയ്ത് മൊത്തത്തിൽ ഒരു 7-8 കിലോ ഒക്കെ നമുക്കിനകത്ത് ഇടാം. 8 എന്നത് കൃത്യമായ കണക്കൊന്നുമല്ല, നമുക്ക് ഏകദേശം ഒരു 3/4 ബക്കറ്റ്, ഇതിൻ്റെ 3/4 ബക്കറ്റ് വേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഡെയിലി ഇടാൻ സാധിക്കും. ഇടുകയാണെങ്കിൽ ഇതനുസരിച്ച് ഗ്യാസ് നമുക്കുണ്ടാവും. ഗ്യാസ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ പുറത്ത് തന്നെ ഈ സാധനം ഒരു ഗ്യാസ് ചാമ്പറാണ്. ഇതിങ്ങനെ പൊങ്ങി വരും. ഈ പൊങ്ങി വരുന്ന കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ ഏകദേശം ഒരു 2 സെൻറ്റിമീറ്ററൊക്കെ വെച്ച് ഹൈറ്റിൽ ഓരോ മണിക്കൂറിലും പൊങ്ങാൻ തുടങ്ങും. ഇത് മാക്സിമം ഒരു 45 സെൻറ്റിമീറ്റർ, 40-42 സെൻറ്റിമീറ്റർ വരെ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു 40-42 സെൻറ്റിമീറ്റർ വരെ പോകും. അതായത് ഇവിടെ തൊട്ട് കൂട്ടുകയാണെങ്കിൽ കൂടും. എന്തായാലും ഈ വരെ തൊട്ട് ഇവിടം വരെ ഒരു 40-42 സെൻറ്റിമീറ്റർ പോകും. അത്രയും ഗ്യാസ് നമുക്ക് പൊങ്ങുകയാണെങ്കിൽ ഏകദേശം ഒരു 50 മിനിറ്റ് ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇപ്പം രാവിലെ ഞങ്ങൾ ചായ തിളപ്പിക്കും, പിന്നെ അതുപോലെ ദോശ ഒരു 10-15 ദോശ നമുക്ക് ചുടാം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കറി, കടലക്കറിയോ അല്ലെങ്കിൽ അതിൻ്റെ വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ നമുക്ക് ഉണ്ടാകാം. അത് ഏകദേശം നമുക്കൊരു 1 മണിക്കൂർ അടുപ്പിച്ച്, 1 മണിക്കൂർ എന്ന് പറയുന്നില്ല, 1 മണിക്കൂർ അടുപ്പിച്ച് നമുക്ക് ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ അതിന് ശേഷം പിന്നീട് നമുക്ക് വൈകുന്നേരം ഇതുപോലെ ഗ്യാസ് ഉണ്ടാവും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ നമുക്ക് കുറേ സമയം ഉപയോഗിക്കാം. എന്തായാലും നമുക്ക് ഉറപ്പായിട്ട് 1.5 മണിക്കൂർ നമുക്ക് ഇതിനകത്ത് ഇതുവരെ ഗ്യാസ് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഒരിക്കലും 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് മൊത്തം വെളിയിൽ പോകും. ഗ്യാസ് വെളിയിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വഴിയാണ്, ഇപ്പോൾ ഈ വെള്ളിച്ചയുടെ വഴി ഗ്യാസ് വെളിയിൽ. ഇതിനകത്ത് നിറച്ചിട്ടേക്കുന്ന പച്ചവെള്ളമാണ്. ഈ പച്ചവെള്ളത്തിനകത്ത് ഇതിനകത്ത് വേസ്റ്റ് ഒന്നുമില്ല. ഇതിനകത്ത് വേണമെങ്കിൽ കൂത്താടി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഡീസലോ അല്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ ആ വെള്ളം മൊത്തം കളയാനുള്ളൊരു സംവിധാനമുണ്ട്. ഇത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഇട്ടേക്കുന്ന ഈ വെള്ളം മൊത്തം കളയാൻ പറ്റും. അതായത് മൊത്തം കാലിയാക്കി, ഗ്യാസ് മൊത്തം കാലിയാക്കിയതിന് ശേഷം ഇത് ഈ സാധനം ഊരിക്കഴിഞ്ഞാൽ വെള്ളം മൊത്തം, വേസ്റ്റ് വെള്ളം മൊത്തം പോകും. ഇത് മലിനജലമൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വെള്ളം നിറച്ചേക്കുന്ന എല്ലാമാണ് ഈ ഗ്യാസ് വെള്ളോട്ട് പോകാതിരിക്കുന്നത്. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഈ ചേമ്പർ പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 42-43 സെൻറ്റിമീറ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഗ്യാസ് പൊങ്ങത്തില്ല. അപ്പോൾ ആ ഗ്യാസെല്ലാം ഈ വെള്ളത്തിൽ കൂടെ തന്നെ തിരിച്ച് ഇറങ്ങിപ്പോകും. അപ്പം ഇൻ കേസ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇപ്പം ഗ്യാസ് കയറി ഇത് തെറിച്ച് പോവുക, അങ്ങനെയൊന്നും പോകത്തില്ല. ഗ്യാസ് ആ വെള്ളം വഴി അങ്ങ് പോകത്തേ ഉള്ളൂ. അതായത് ഒരു 42 സെൻറ്റിമീറ്റർ നമ്മളിത് ചേമ്പർ പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് വെളിയിൽ പോകും, വെളിയിൽ ഇതുവഴി അങ്ങ് പോകും. അപ്പം എങ്ങനെയായാലും നമ്മളൊരു തലേന്ന് രാത്രിയിൽ ഏകദേശം ഒരു പകുതി ഗ്യാസെങ്കിലും ഉപയോഗിച്ച് തീർത്തിരിക്കണം. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്തായാലും ഒരു 10-15 സെൻറ്റിമീറ്റർ ഗ്യാസ് എന്തായാലും പൊങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഗ്യാസും അത്രയും വേസ്റ്റായി പോകും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്ര ഒരു 1 m³ ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നമുക്ക് ഒരു സമയത്ത് നമുക്ക് ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ച് നമുക്ക് ഗ്യാസ് കിട്ടും. അതേപോലെ ഒരു ദിവസം നമുക്ക് 2 പ്രാവശ്യം അതുപോലെ ഗ്യാസ് എടുക്കുവാൻ സാധിക്കും. അപ്പം ഇത്രയാണ് എനിക്ക് 30 ദിവസം നമുക്ക് കിട്ടിയ ഇതിൻ്റെ ഫീഡ്ബാക്ക്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. അതുപോലെ നമുക്ക് ഈ ഗ്യാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് LPG ഗ്യാസിന് പകരം ഒന്നും ആവത്തില്ല. എന്നാൽ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ നമുക്ക് ഡെയിലി നമുക്ക് ഇതിനകത്ത് എന്തായാലും 1 m³ ഗ്യാസ് നമുക്ക് കിട്ടും. അതിൽ കൂടുതൽ കിട്ടുമെന്ന് അവരാണ് പറയുന്നത്. പക്ഷേ ഇത് 30 ദിവസം ആയതുള്ളൂ. കുറച്ചുകൂടെ ദിവസം കഴിയുമ്പോൾ കുറച്ചുകൂടെ ഗ്യാസ് കിട്ടുമെന്നാണ് പറയുന്നത്. എനിക്ക് ആദ്യ ദിവസം അത്രയൊന്നും കിട്ടിയില്ല. ഏകദേശം 20 ദിവസത്തിന് ശേഷമാണ് കറക്റ്റായിട്ട് ഗ്യാസ് കിട്ടി തുടങ്ങിയത്. ഇപ്പോൾ 30 ദിവസമായി. 30 ദിവസം ഒരു 1.5 മണിക്കൂർ നമുക്ക് ഗ്യാസ് ഡെയിലി കിട്ടുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ക്ഷമയുടെ എൻ്റെ വാച്ച്. നന്ദി, താങ്ക് യു.